ചോദിക്കുന്നതാണ്, സർ ഇംഗ്ലീഷ് മാത്സ് ബാച്ചിൽ ചേർന്നാൽ വീണ്ടും ലൈക്ക് പിനാക്കിൾ കംപ്ലീറ്റ് ചെയ്യണോ? പിന്നെ ലൈക്ക് ഇപ്പോൾ ഫ്രഷായി പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യണോ? ഈ ബാച്ച് 2026 എക്സാം ആകുമ്പോൾ കഴിയുമോ? ഞാനിപ്പോൾ തുടങ്ങിയോണ്ട് ലിങ്ക് ഇപ്പോൾ 1 മന്ത് കഴിഞ്ഞാൽ അതുവരെയുള്ള കണ്ടൻറ്റ് കിട്ടുമോ? ഓക്കെ, അപ്പോൾ അത് എൻ്റെ ഒരു റിപ്ലൈ തരാം. ഇംഗ്ലീഷ് മാത്സ് ബാച്ചിൽ ചേർന്നാൽ പിനാക്കിൾ ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഇംഗ്ലീഷ് ആൻഡ് മാത്സ് ബാച്ചിൽ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ചാപ്റ്റേഴ്സ് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ മാത്സിൻ്റെ കാര്യമാണെങ്കിൽ മാത്സ് ഓൾറെഡി നമ്മൾ 20 ക്ലാസ് നമുക്ക് ബേസിക്കായിട്ട് വേണ്ട കാര്യങ്ങൾ, അപ്രോക്സിമേഷൻ, യൂണിറ്റ്, ട്രിക്കുകളും കാര്യങ്ങളും എല്ലാം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് റേഷ്യോ കംപ്ലീറ്റ് ചെയ്തു. റേഷ്യോ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിനാക്കിളിലെ വെറൈറ്റി ക്വസ്റ്റിനും SSCയുടെ അതുപോലെ റെയിൽവേയുടെ വെറൈറ്റി ക്വസ്റ്റിനും ചെയ്തു. ഡെയിലി ഷെഡ്യൂൾ ചെയ്യുന്ന ഗ്രൂപ്പുണ്ട്, അതിൽ ബാക്കി ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യണമെന്നുള്ള ഷെഡ്യൂളായിട്ടും ചെയ്ത് പിനാക്കിൾ എന്ത് ചെയ്തു, ആ ചാപ്റ്ററിൻ്റെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളെ ചെയ്യിപ്പിച്ചു. പിനാക്കിൾ എന്ന് പറഞ്ഞാൽ പ്രാക്ടീസാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസാണ്, അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടതാണ്. ഇനി അടുത്ത LCM SCF പഠിച്ചു, അതിൻ്റെ പിനാക്കിളിൻ്റെ വെറൈറ്റി ക്വസ്റ്റ്യൻസും റെയിൽവേയുടെ SSCയുടെയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് അത് ബാക്കി പിനാക്കിളിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഷെഡ്യൂളായിട്ട് തരികയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് അത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇംഗ്ലീഷിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ സ്ട്രാറ്റജി വീഡിയോ പറഞ്ഞു, നിങ്ങൾ കിരണിൻ്റെ ബുക്ക് വാങ്ങിയെന്ന് പറഞ്ഞു, പിനാക്കിളാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് പ്രാക്ടീസായിട്ട് ചെയ്യണം. പിന്നെ ഷെഡ്യൂളിലും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ തരുന്നുണ്ട്. ഇംഗ്ലീഷും മാത്സും പഠിക്കുന്ന രീതി വ്യത്യാസമാണ്. ഇംഗ്ലീഷിൻ്റെ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ എന്ത് ചെയ്യാം, പഠിക്കാം. അപ്പോൾ കംപ്ലീറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്യണം, അത് പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യണം. ഇനിയിപ്പോൾ ഫ്രഷ് ആയിട്ട് പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഏതെങ്കിലും ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ട, ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ ചെയ്താൽ മതി. മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യുക, ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക, മെമ്പർഷിപ്പ് എടുത്തിട്ട് എന്ത് ചെയ്യണമെന്നുള്ള വീഡിയോ കണ്ട് അതുപോലെ ചെയ്ത് പഠിച്ച് വന്നാൽ മതി. ക്ലാസ്സും കണ്ട് ഷെഡ്യൂളും ചെയ്ത് വന്നാൽ മതി. വേറെ ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ട, എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. 2020 എക്സാം കഴിയും. ഓക്കെ, കഴിയും, പക്ഷേ നേരത്തെ പഠിച്ചു തുടങ്ങണം. പിന്നെ ഇപ്പോൾ തുടങ്ങുകയാണെങ്കിൽ എനിക്കിപ്പോൾ 1 മന്ത് കഴിഞ്ഞാൽ അതുവരെയുള്ള കണ്ടൻറ്റ് കിട്ടുമോ? 1 മന്ത് കഴിഞ്ഞാൽ ഇത് എന്താണ് സബ്സ്ക്രിപ്ഷൻ, നമ്മുടെ ഈ സാധാ യൂട്യൂബിലെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, അതായത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 1 മാസത്തേക്ക് നിങ്ങൾക്ക് എന്തായിരിക്കും മെമ്പർഷിപ്പിൽ ഇട്ടേക്കുന്ന വീഡിയോസിന് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് കാണും. അത് കഴിഞ്ഞ് അത് എക്സ്പയർ ആയി കഴിഞ്ഞാൽ പിന്നെ ആക്സസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, അടുത്ത മെമ്പർഷിപ്പ് എടുത്തിരിക്കണം. അപ്പോൾ അതായത് ഓട്ടോ റിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ മാസം വേണമെങ്കിൽ എടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എപ്പോൾ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ഉണ്ടോ, ചാനലിൽ ജോയിൻ ചെയ്തിരിക്കുവാണോ, അപ്പോൾ എല്ലാം വീഡിയോസ് കാണാൻ പറ്റും. ഇപ്പോൾ ക്ലാസ് ഇത്ര ആയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് റെക്കോർഡർ എല്ലാം അവൈലബിൾ ആണ്, അങ്ങനെ പഠിച്ചാൽ മതി. ലൈവ് മാത്രമേ പഠിക്കൂ എന്ന് പറഞ്ഞിരുന്നാൽ നടക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ.